ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് പുതിയൊരു റെസിപ്പിയിലേക്ക് കടക്കാം. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ടതിനകത്തേക്ക് പച്ചമണമൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഒന്നുകിൽ ഏലക്കായോ വാനില എസൻസോ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സിക്കകത്ത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുട്ടയുടെ സ്മെല്ല് ഒഴിവായി കിട്ടും. മുട്ടയുടെ ആ ഒരു പച്ച കുത്തുന്നൊരു സ്മെല്ലുണ്ട്, അത് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ വാനില എസൻസോ ഏലക്കായോ ആഡ് ചെയ്യുന്നത്. നമ്മൾ നല്ലപോലെ മിക്സിക്കകത്ത് അടിച്ചെടുത്ത മുട്ടയും പഞ്ചസാരയും ഏലപ്പൊടിക്കായും കൂടി ഇട്ടത് ഒരു പാനിലോട്ട് ഒഴിക്കുക. നമ്മുടെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന ബാറ്ററിനകത്തോട്ട് നമ്മൾ കുറേശ്ശെ മൈദ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കും. നമ്മൾ മൈദ ഇട്ട് ഇളക്കിയിട്ട് നല്ല ഇങ്ങനെ ഈ കൺസിസ്റ്റൻസിയിൽ നമുക്കിങ്ങനെ വീഴുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ വേണം ആക്കാൻ. ഇത് നമുക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാനുള്ളതാണ്. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത ഒരു പരുവമാണ് ഈ പരുവത്തിൽ. പരുവം തെറ്റരുത്, അത് ശ്രദ്ധിക്കണം. ബാറ്ററിനകത്തോട് നുള്ള് അപ്പ സോഡ. ഇതിനകത്ത് എനിക്ക് അപ്പം സോഡ ഇന്നലെ ഞാൻ വിരുദ്ധമാണ്. എന്നിരുന്നാൽ ഈ ഓരോ സാധനത്തിന് ചേർക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ചേർക്കുകയാണ്. ഇതിനകത്ത് ശകലം ഇടാം. മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് പലഹാരം ഉണ്ടാകും. വെച്ചേക്കുന്ന ബാറ്ററിനെ ഒരു നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കഴുകിയെടുത്തിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ നിറയ്ക്കും. ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നതിന് ചിരട്ടമാല എന്നാ പേര് പറയുക. പക്ഷെ ഞാൻ എന്തായാലും ഒരു കുപ്പിക്കകത്തൊരു ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ചൂടായ ചീനിച്ചട്ടിയിലോട്ട് നമ്മൾ എന്തായാലും ഓയിൽ ഒഴിക്കുകയാണ്. ബാറ്ററി കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്തു. ാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. മറിച്ചിട്ട് കൊടുക്കുകയും കൂടെ വേണം. മറിച്ചിട്ടിട്ട് പെട്ടെന്ന് വേഗം ചെയ്യും. സ്പീഡിലുണ്ടാക്കാൻ പറ്റുന്ന 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. പല്ലില്ലാത്തവർക്കും പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അതായത് പല്ലിനധികം വർക്കൊന്നും വേണ്ട, കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റേത് ക്രിസ്പി ആകുമ്പം അത് പല്ല് കടിച്ച് പറിക്കാൻ പറ്റാത്തവർക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ പാടാണിക്കും. ഇത് ക്രിസ്പി അല്ല, നല്ല സ്മൂത്തായിട്ടുള്ള ഒരു പലഹാരമാണ്. അത് നല്ലപോലെയൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. ഈ മൈലാഞ്ചിയുടെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് അത്രയും പാക്കമായിട്ടൊന്നും ഇതിനകത്തിട്ട് അറിയില്ല. എന്നാലും ടേസ്റ്റും ഒക്കെ ഒരുപോലെ തന്നെ അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കാം. മുഴുവൻ ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് വേവുകയും ചെയ്യുന്നുള്ളതാണ് ഏറ്റവും പെട്ടെന്ന്. കാരണം മുട്ടയല്ലേ, മുട്ടയും മൈദയും കൂടെ അങ്ങോട്ട് എണ്ണ ചൂടായി അതിനകത്തോട്ട് ഒന്നായി വീഴുമ്പോഴത്തേക്കും പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, അതുപോലെ വേവുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എളുപ്പം വളരെ സിമ്പിൾ റെസിപ്പിയാണ്, അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയം മതി ഇത് റെഡിയാവാൻ. വെറും 2 ചേരുവകൾ കൊണ്ട് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കാൻ പറ്റിയത്. വെറും 3 കോഴിമുട്ട കൊണ്ടുണ്ടാക്കിയ പലഹാരമാണ്. നമുക്ക് ഈ ബേക്കറി മേടിക്കുന്ന ഇതൊക്കെ ഒഴിവാക്കി ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസം കേടുവരാതിരിക്കുകയും ചെയ്യും. ഈവനിങ് സ്നാക്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക. ബായ്. ഞാൻ ഒന്ന് തിന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റാണ്, സോഫ്റ്റാണ്.